സ്നാപക യോഹന്നാന്റെ ജീവിതം ഇത്രയ്ക്ക് മഹോന്നതമാകാനായിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ്. ഈ കുഞ്ഞിനെ ആകാശങ്ങളിലേക്ക് ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഒരു കുഞ്ഞിന് വേണ്ടി ഒരപ്പന് കാണാവുന്ന, ഒരമ്മയ്ക്ക് കാണാവുന്ന, ഒരു കുടുംബത്തിന് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വിശുദ്ധമായ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അവിടെ അർപ്പിക്കപ്പെടണേ. പിന്നെ ആ കുഞ്ഞെങ്ങനെയാ തെറ്റിപ്പോണേ? നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അതങ്ങനെ തന്നെ അച്ചട്ടാവുന്നുണ്ട്. കുഞ്ഞ് പിറക്കുമ്പോൾ തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നമ്മുടെ മനസ്സിൽ. ആലോചിച്ച് നോക്കി, നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഈ മക്കൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രാർത്ഥന എന്തായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്? അവരത് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ അതിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ പോകുമ്പോൾ ചില സമയത്ത് പ്രഷർ താങ്ങാൻ പറ്റാതെ, ചില സമയത്ത് അമിതമായ ഭാരം കൊടുത്ത്, ചില സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില എതിർപ്പുകളുണ്ട്, ചില ഇഷ്ടക്കേടുകളുണ്ട്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട്. എന്നാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഇവർ മുന്നോട്ട് പോകട്ടെ എന്ന്, ദൈവത്തോട് ചേർന്ന് ഇവർ ജീവിക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളേ.